താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾക്കും നഴ്സുമാർക്കും കെയർ വർക്കർമാർക്കും IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇനി UK-യിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. UK-യുടെ ഇമിഗ്രേഷൻ സംവിധാനം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയതോടെ നിങ്ങളുടെ വിസയുടെ രേഖകളും യാത്രയ്ക്ക് മുൻപ് പരിശോധിക്കേണ്ട വിവരങ്ങളും മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2026 ജൂലൈ 1 മുതൽ പുതിയതായി അനുവദിക്കുന്ന പല UK വിസകൾക്കും പഴയ രീതിയിലുള്ള പാസ്പോർട്ട് വിസ സ്റ്റിക്കർ നൽകുന്ന സംവിധാനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പകരം വിസ എന്ന ഡിജിറ്റൽ ഇമിഗ്രേഷൻ റെക്കോർഡാണ് പ്രധാന തെളിവായി ഉപയോഗിക്കുന്നത്. അതേസമയം നേരത്തെ ലഭിച്ച വാലിഡ് വിസ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് അതിന്റെ എക്സ്പയറി വരെ വാലിഡ് ആയിരിക്കാം. അതിനാൽ പഴയ UK വിസ സ്റ്റിക്കേഴ്സും ഒരേ സമയം അസാധുവായി എന്ന് കരുതരുത്. പക്ഷേ BRP സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. 2026 BRP കാർഡുകൾ ഇനി സാധാരണ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് പ്രൂഫായി ഉപയോഗിക്കുന്നില്ല. ഈ വിസ ആണ് പ്രധാന രേഖ. UK-യിൽ താമസിക്കുന്നവരും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ വിസ എന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ UK ഇമിഗ്രേഷൻ സ്റ്റേറ്റസിന്റെ ഡിജിറ്റൽ രേഖയാണ് ഈ വിസ. നിങ്ങളുടെ വിസ ടൈപ്പ്, എത്രകാലം UK-യിൽ താമസിക്കാം, UK-യിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ ഉള്ള അവകാശം തുടങ്ങിയ പ്രധാന ഇമിഗ്രേഷൻ വിവരങ്ങൾ ഈ ഡിജിറ്റൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പഴയതുപോലെ ഒരു BRP കാർഡ് കയ്യിലുണ്ടെന്നതിൽ മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ UKVI അക്കൗണ്ടിലുള്ള ഈ വിസ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ചെയ്യേണ്ട ആദ്യ കാര്യം UKVI അക്കൗണ്ട് പരിശോധിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഈ വിസ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ UKVI അക്കൗണ്ട് വഴി ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് കാണാൻ സാധിക്കും. ഇതിനായി ഔദ്യോഗിക gov.uk വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. ചില അപേക്ഷകരോട് ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനായി UK immigration.id ചെക്ക് ആപ്പ് ഉപയോഗിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അതിനാൽ നിങ്ങളുടെ അക്കൗണ്ട് ശരിയായി സജ്ജമാക്കിയിട്ടുണ്ടോ, ഈ വിസ കാണിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാസ്പോർട്ട് ആണ്. ഇവിടെയാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്പോർട്ട് UKVI അക്കൗണ്ടിൽ കൃത്യമായി ലിങ്ക്ഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ വിസ എടുത്തത് പഴയ പാസ്പോർട്ട് ഉപയോഗിച്ചാണ്. പിന്നീട് പാസ്പോർട്ട് എക്സ്പയറി ആയതിനാൽ പുതിയ പാസ്പോർട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയ പാസ്പോർട്ട് വിവരങ്ങൾ UKVI അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഒപ്പം നിങ്ങളുടെ പേര്, പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ പ്രധാന വിവരങ്ങളിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം യാത്ര ചെയ്യുമ്പോൾ എയർലൈൻ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ട് വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ UK ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് പരിശോധിക്കാം. നിങ്ങളുടെ ഡിജിറ്റൽ സ്റ്റേറ്റസ് ശരിയായി വെരിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ യാത്രയിൽ ഡിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ബോർഡിംഗ് സംബന്ധിച്ചും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് UK-യിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ യാത്രയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ഈ വിസ വിവരങ്ങൾ പരിശോധിക്കുക. ഇനി പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്റെ BRP കാർഡ് എന്ത് ചെയ്യണമെന്നാണ്. 2026 BRP ഇനി സാധാരണ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് തെളിയിക്കുന്ന പ്രധാന രേഖയല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് തെളിയിക്കാൻ ഈ വിസയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ പഴയ BRP ചില സാഹചര്യങ്ങളിൽ UKVI അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിനായി പരിമിതമായ കാലയളവിൽ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമായി ഓർക്കുക, എക്സ്പയർഡ് BRP ഉപയോഗിച്ച് UK-യിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലെ പാസ്പോർട്ട് അല്ലെങ്കിൽ ആവശ്യമായ ട്രാവൽ ഡോക്യുമെന്റ് ഉപയോഗിക്കണം. ഇനി ഫാമിലി വിസക്കാരുടെ കാര്യം നോക്കാം. ഭർത്താവിനും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഈ വിസ വിവരങ്ങൾ ശരിയായി കാണുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കുട്ടികളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് സ്വാഭാവികമായി മാതാപിതാക്കളുടെ ഈ വിസ റെക്കോർഡിൽ മാത്രം ആശ്രയിക്കുമെന്ന് കരുതരുത്. ഡിപ്പെൻഡന്റ് ആയ കുട്ടികൾക്ക് ആവശ്യമായ UKVI അക്കൗണ്ട് ഈ വിസ അറേഞ്ച്മെന്റ് ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. കുട്ടികളുടെ അക്കൗണ്ട് ആവശ്യമായ സാഹചര്യത്തിൽ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയന് അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാൽ കുടുംബമായി യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും പാസ്പോർട്ട് വിവരങ്ങളും ഈ വിസ സ്റ്റേറ്റസും മുൻകൂട്ടി പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. UK-യിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, കെയർ വർക്കർമാർ, IT പ്രൊഫഷണൽ, സ്കിൽഡ് വർക്കർ, വിസ ഹോൾഡേഴ്സ് തുടങ്ങിയവർക്ക് പല അവസരങ്ങളിലും അവരുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് തെളിയിക്കേണ്ടതായി വന്നേക്കാം. ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കാനും ചില സാഹചര്യങ്ങളിൽ വാടകയ്ക്ക് വീടെടുക്കുന്നതും ഷെയർ കോഡ് ആവശ്യമായി വരാം. നിങ്ങളുടെ UKVI അക്കൗണ്ട് വഴി ആവശ്യമായ ഷെയർ കോഡ് എടുക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ വിസ എവിടെ കാണാം എന്നത് മാത്രമല്ല, ആവശ്യമുള്ളപ്പോൾ ഷെയർ കോഡ് എങ്ങനെ എടുക്കാം എന്നതും അറിഞ്ഞിരിക്കണം.
ഇനി യാത്രക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും യു കെയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോയി തിരിച്ചു വരികയാണെങ്കിലും യാത്രയ്ക്ക് മുൻപ് നിങ്ങളുടെ ഇമിഗ്രേഷൻ ഡീറ്റെയിൽസ് കർശനമായി പരിശോധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കറന്റ് പാസ്പോർട്ട് UKVI അക്കൗണ്ടിൽ ലിങ്ക്ഡ് ആണോ, നിങ്ങളുടെ വിസ സ്റ്റേറ്റസ് ശരിയായി കാണുന്നുണ്ടോ, നിങ്ങളുടെ പേര്, പാസ്പോർട്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ വിവരങ്ങൾ ശരിയാണോ, ഇവയെല്ലാം മുൻകൂട്ടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അധികൃതർക്ക് നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് വെരിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ യാത്ര വൈകാനോ ബോർഡിംഗ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ വിസ വാലിഡ് ആണ്, അതിനാൽ വേറെയൊന്നും പരിശോധിക്കേണ്ടതില്ല എന്ന് കരുതരുത്. ഡിജിറ്റൽ സംവിധാനത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ ശരിയായി മാച്ച് ചെയ്യുന്നതും അത്ര പ്രധാനമാണ്. വിസ സംവിധാനം ഡിജിറ്റൽ ആയതോടെ വ്യാജ ഇമെയിൽസ്, SMS, വാട്സാപ്പ് മെസ്സേജ് എന്നിവയിലൂടെ തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് വിദേശികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. UKVI അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനോ വിസ ആക്സസ് ചെയ്യുന്നതിനോ പണം നൽകേണ്ടതില്ല. ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെടുകയോ ബാങ്ക് ലിങ്കുകൾ ചോദിക്കുകയോ സംശയകരമായ ലിങ്ക് തുറക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ സൂക്ഷിക്കുക. ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്ന ഏതെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിന് പകരം gov.uk എന്ന ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റ് വഴി മാത്രം ഇമിഗ്രേഷൻ കാര്യങ്ങൾ പരിശോധിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ UKVI അക്കൗണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക. 2, നിങ്ങളുടെ വിസ ശരിയായി കാണുന്നുണ്ട് എന്ന് നോക്കുക. 3, യാത്ര ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ കറന്റ് പാസ്പോർട്ട് UKVI അക്കൗണ്ടിൽ ലിങ്ക്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. 4, പേര്, പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. 5, കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും വിസ വിവരങ്ങൾ പരിശോധിക്കുക. 6, ആവശ്യമെങ്കിൽ ഷെയർ കോഡ് എങ്ങനെ എടുക്കാമെന്ന് മനസ്സിലാക്കി വെക്കുക. 7, യാത്രയ്ക്ക് മുൻപ് നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് വീണ്ടും പരിശോധിക്കുക. 8, വിസ സംബന്ധിച്ച് പണം ആവശ്യപ്പെടുന്ന വ്യാജ സന്ദേശങ്ങളിൽ വീഴരുത്. യുകെയുടെ ഇമിഗ്രേഷൻ സംവിധാനം ഇപ്പോൾ വലിയ രീതിയിൽ ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. PRP കാർഡ് കയ്യിൽ ഉണ്ടോ എന്നതിനേക്കാൾ നിങ്ങളുടെ വിസ റെക്കോർഡ് കൃത്യമായി ഉണ്ടോ എന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ടത്. പുതിയ വിസ അപ്പോയിന്റ്മെന്റ്സിന് വിസ സ്റ്റിക്കർ ലഭിക്കാത്ത സാഹചര്യങ്ങളും 2026 മുതൽ നിലവിലുണ്ട്. അതേസമയം പഴയ വാലിഡ് വിസ സ്റ്റിക്കർ ഉള്ളവർക്ക് അത് എക്സ്പയറി ആക്കുന്നത് വരെ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ നിയമമാണെന്ന് കരുതാതെ നിങ്ങളുടെ സ്വന്തം ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് എന്താണ് പറയുന്നത് എന്ന് UKVI അക്കൗണ്ട് വഴി പരിശോധിക്കുക. UK വിസ, ഇമിഗ്രേഷൻ നിയമങ്ങൾ, മലയാളികൾക്ക് ആവശ്യമായ പുതിയ വിസ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.